ഹലോ, നിങ്ങൾക്ക് വെക്ടേഴ്സ് എന്ന ഭാഗത്ത് ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇത് രണ്ടും അത്യാവശ്യം കൺഫ്യൂഷൻ ആവുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി ക്രോസ് പ്രൊഡക്റ്റ്. അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഡോട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും അതിലെ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുന്നു അതിൻ്റെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഡോട്ട് പ്രൊഡക്റ്റാണ് പറഞ്ഞുതരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഒരു ജനറൽ ഫോർമുല അറിഞ്ഞു വെച്ചിരിക്കണം. ദാറ്റ് ഈസ് സി ഈക്വൽ ടു എ വെക്ടർ ഡോട്ട് ബി വെക്ടർ. ഇങ്ങനൊരു വെക്ടറിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റാണ് നമുക്ക് തന്നതെന്ന് വെച്ചാൽ ഇതിനെ ജനറലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എയിൻ്റെ മാഗ്നിറ്റ്യൂഡ് ടൈംസ് ബിൻ്റെ മാഗ്നിറ്റ്യൂഡ് ടൈംസ് കോസ് തീറ്റ. അതായത് ഇപ്പോൾ എ ഇതൊരു വെക്ടറാണ്, ഇത് ബി എന്ന് വേറൊരു വെക്ടറാണ് എങ്കിൽ ഇത് ബി, ഇത് എ. ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ഇതിൻ്റെ നമ്പർ, ഇതിൻ്റെ ഡയറക്ഷൻ ഇല്ലാണ്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഈ ബീൻ്റെ മാഗ്നിറ്റ്യൂഡ് ടൈംസ് ഈ രണ്ട് വെക്ടറുകൾ ഉണ്ടാക്കുന്ന ഈ ഒരു തീറ്റ എന്ന ആംഗിളിൻ്റെ കോസ് വാല്യൂ. ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് കിട്ടുക. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ മോസ്റ്റ്ലി കണ്ടിട്ടുണ്ടാവുക. നിങ്ങൾക്ക് മേ ബി ഞാൻ പറയുകയാണെങ്കിൽ 1 minute. ഓക്കെ, ഐ എം ബാക്ക്. നിങ്ങൾ മോസ്റ്റ്ലി കണ്ടിട്ടുണ്ടാവുക ചിലപ്പോൾ എ ഒരു വെക്ടർ പറഞ്ഞു 4i cap പ്ലസ് 3j cap, കെ ക്യാപ്പ് ആഡ് ചെയ്യുക. ഓക്കെ, ശരി, 2k cap. ഇങ്ങനെ ഒരു വെക്ടർ വരും. പിന്നെ ഒരു ബി വെക്ടറും കൂടി തന്നിട്ട് വെറും i cap പ്ലസ് 2j cap പ്ലസ് 5k cap. ഇതിനെ എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് വഴി കണ്ടുപിടിക്കും എന്നാണ് പലപ്പോഴും ചോദിക്കുക. എനിക്ക് പലപ്പോഴും ഇതിൻ്റെ പ്രോബ്ലംസ് വരാറ്. സോ ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ കോസൈൻ വാല്യൂ, അതായത് കോസിൻ്റെ വാല്യൂ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു പ്ലെയിൻ വരച്ചതാ. ഇതാണ് എക്സ്, ഇത് വൈ, ഇതൊരു ഇസഡ് പ്ലെയിനാണ് വിചാരിക്കുക. നിങ്ങൾക്ക് അറിയായിരിക്കും എക്സ് വാല്യൂ ആണ് ഐ ക്യാപ്പ്, വൈ വാല്യൂ ആണ് ജെ ക്യാപ്പ്, സെഡ് വാല്യൂ ആണ് കെ ക്യാപ്പ്. 3D പ്ലെയിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും എല്ലാവരും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ജെയും ഐയും പെർപെൻഡിക്കുലർ ആയിരിക്കും, ഐയും കെയും പെർപെൻഡിക്കുലർ ആയിരിക്കും, ജെയും കെയും പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഐ ജെയോ കെയോ ആയിട്ട് മൾട്ടിപ്ലൈ ആവില്ല. കാരണം അവിടെ നോക്കുക, ഐ ഇൻറ്റു ജെ, ഐ ക്യാപ് ഡോട്ട് ജെ ക്യാപ് ഈക്വൽ ടു ഓൾവേസ് 0 ആയിരിക്കും. കാരണം പറഞ്ഞാൽ, കാരണം ഇവിടെ ഇപ്പോൾ ഐ ടൈംസ് ജെ ഇൻറ്റു കോസ്, ഇവിടുത്തെ ആംഗിൾ ഏതാ ഐയും ജെയും തമ്മിൽ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് കോസ് 90 അല്ലേ എപ്പോഴും വരിക, അല്ലേ? കോസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പം ഞാൻ എഴുതി തരാം. കോസ് 90 0 ആയിരിക്കും. അതേപോലെ കോസ് 0 1 ആയിരിക്കും. ഇത് അറിയണതായിരിക്കും മിക്കവർക്കും. സോ ഇവിടെ ഇത് നാച്ചുറലി ഐ ഇൻറ്റു ജെ ചെയ്തു, പിന്നെ കോസ് 90 ദാറ്റ് ഈസ് 0. സോ ഐ ഡോട്ട് ജെ എപ്പോഴും 0 ആയിരിക്കും. ഇതേ സമയത്ത് ഐ ഡോട്ട് കെ ചെയ്താലോ ജെ ഡോട്ട് കെ ചെയ്താലോ അങ്ങനെ എങ്ങനെ വന്നാലും 0 ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ഡോട്ട് ഐ പറഞ്ഞു അത് എപ്പോഴും 1 ആയിരിക്കുമെന്ന് ഓർത്ത് വയ്ക്കുക. എന്താ കാരണം?
ഐ ടൈംസ് ഐ ഇൻറ്റു കോസ്. ഐയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് എനിക്ക് കണ്ടാൽ മനസ്സിലാവും. ഐ എന്നതാ. സോ നോ ആംഗിൾ, 0. കോസ് 0 അല്ലേ, 0 ആണ്. കോസ് 0 എന്താണ് പറഞ്ഞത്, 1 ആണ്. സോ ഐ ഇൻറ്റു 1 ദാറ്റ് ഈസ് 1. സിമ്പിൾ. ഈ സംഭവങ്ങൾ അറിഞ്ഞു വയ്ക്കണം. അതായത് ഞാൻ മെയിൻലി എങ്ങനെയാണ് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, സെയിം ഗ്യാപ്പ് അല്ലെങ്കിൽ ഞാൻ വേറെ പാട്ട് എഴുതാം. ഓൺലി സെയിം ഡയറക്ഷൻ can multiply. ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ളൊരു ഐഡിയ. സെയിം ആയിട്ടുള്ള ഡയറക്ഷൻ, അതായത് ഐൻ്റെ ഒപ്പം തന്നെ മൾട്ടിപ്ലൈ ആകാൻ പറ്റുള്ളൂ, ജെയിൻ്റെ ഒപ്പേ പറ്റുള്ളൂ, കെയിൻ്റെ ഒപ്പേ പറ്റുള്ളൂ. ഐക്ക് ജെയിൻ്റെ ഒപ്പം ആകാൻ പറ്റില്ല, ജെയ്ക്ക് കെയിൻ്റെ ഒപ്പം ആകാൻ പറ്റില്ല, ഐക്ക് കെയിൻ്റെ ഒപ്പം ആകാൻ പറ്റില്ല, അങ്ങനെ ഒന്നും പറ്റില്ല. സെയിം ആയിട്ടുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞ് എഴുതി വെക്കുക. അവിടെ വേണമെങ്കിൽ ഐ ഡോട്ട് ഐ മാത്രമേ പറ്റുള്ളൂ, ജെ ഡോട്ട് ജെ മാത്രമേ പറ്റുള്ളൂ, കെ ഡോട്ട് കെ മാത്രമേ പറ്റുള്ളൂ, വേറെ ഏതും പറ്റത്തില്ല. ബാക്കിയുള്ള അതിൻ്റെയൊക്കെ വാല്യൂ കോസ് 90, അതായത് 0 ആയി പോകും. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ അറിയാം. അതിനു മുമ്പ് നിങ്ങൾ ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ വേറൊരു പേരറിഞ്ഞ് വെച്ചിരിക്കണം. ഡോട്ട് പ്രൊഡക്റ്റ് ഈസ് ഓൾസോ known as scalar product. സ്കേലാർ പ്രൊഡക്റ്റ്. ഇതെന്ത് സ്കേലാർ പ്രൊഡക്റ്റാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് വെക്ടറുകൾ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സ്കേലാർ വാല്യൂ കിട്ടുള്ളൂ, അതിനൊരു ഡയറക്ഷൻ കിട്ടില്ല, ഒരു നമ്പർ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതുകൂടി നല്ല രീതിക്ക് ശ്രദ്ധിച്ച് വെച്ചിട്ട് ഞാൻ ഒരു പ്രോബ്ലം എഴുതി കാണിച്ചു തരാം, ആൻഡ് അത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, എ എന്നൊരു വെക്ടർ, എ വെക്ടർ സിമ്പിളായിട്ടുള്ളൊരു ഇതെടുത്തുക. 3i പ്ലസ് 2j പ്ലസ് k. ഇതൊരു വെക്ടർ. ഞാൻ അടുത്തൊരു വെക്ടർ, ഈ വെക്ടർ 4i പ്ലസ് j പ്ലസ് 2k. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഐയും ആയിട്ട് മൾട്ടിപ്ലൈ ആവൂ, ജെ ആയിട്ട് മൾട്ടിപ്ലൈ ആവൂ, കെ ആയിട്ട് മൾട്ടിപ്ലൈ ആവുള്ളൂ അല്ലേ. സോ നമ്മൾ ഇപ്പോൾ എ ഡോട്ട് ബി is equal to 4 times 3 I into I plus 2 into 1 j into j plus 2 into 1 k into k. കൺവിൻസ് ആയില്ലേ? ഒരേതുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് 4 into 3 എത്ര വരുന്ന 12 ആണ് വരിക. സോ
12 ഐ ഇൻറ്റു വൈ 1 നെഗ്ലിജിബിൾ ആണ്. അതായത് നമുക്ക് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഐ ഇൻറ്റു വൈ 1 ആണെന്ന് നമുക്ക് അറിയാം. പ്ലസ് 2 ഇൻറ്റു 1 2 ജെ ഇൻറ്റു ജെ 1 ഇവിടെയും 2 ഇൻറ്റു 1 2 k ഇൻറ്റു k 1. സോ ദാറ്റ് ഓൾ ബിക്കംസ് 16 എന്നൊരു വാല്യൂ. ഇത് കാണുന്നില്ല. 16 കാണുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു സ്കെയിലാർ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഐ ക്യാപ്പ് ജെ ക്യാപ്പ് ക്യാപ്പ് വല്ലതും കാണുന്നില്ല, ജസ്റ്റ് ഒരു നമ്പർ. ഇതാണ് ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കെയിലാർ പ്രൊഡക്റ്റിൻ്റെ മെയിനായിട്ടുള്ളത്. നമുക്ക് അവസാനം കിട്ടുന്നത് ഒരു നമ്പർ ആയിരിക്കും. സോ നമുക്ക് വീണ്ടും ഒരു പ്രോബ്ലം എഴുതി നോക്കാം. നമുക്ക് ഇത്തിരി കൂടി പ്രാക്ടീസ് ചെയ്യാനോ ഇനി ജസ്റ്റ് ഒന്ന് വാമപ്പ് പോലെ ഒരു പ്രോബ്ലം തരാം. കുറച്ച് നമ്പേഴ്സ് ബിഗാക്കാം. പിന്നെ പ്രോബ്ലംസ് ഒക്കെ കട്ടാക്കുന്നില്ല, ഡെട്ടാണ് കേട്ടോ. ബി വെക്ടർ വന്നിട്ട് നമുക്ക് ജസ്റ്റ് 4 പ്ലസ് 3 പ്ലസ് 2 ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ പറഞ്ഞു തന്നല്ലോ. ഇതെന്ത് ചെയ്യുക, A dot B is equal to 4 വന്നിട്ടുണ്ട് 12 ഐ ഇൻറ്റു വൈ 1 അത് എഴുതണമെന്നില്ല, പ്ലസ് 3 ഇൻറ്റു 8 24 ജെ ഇൻറ്റു ജെ 1 5 ഇൻറ്റു 2 10 കെ ഇൻറ്റു കെ 1 നമ്പർ. 12 plus 24 is 36. 36 plus 10 46. കറക്റ്റ് 46. ഇതാണ് നമുക്ക് അവസാനം കിട്ടുന്നത് വാല്യൂ. ഇത്തിരി മാനേജ് ചെയ്യുക. സിമ്പിൾ റൈറ്റ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്സിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ W is equal to F dot S. മനസ്സിലാവുന്നുണ്ട്? അതായത് ഇക്വേഷന് വർക്കിൻ്റെ ഇക്വേഷനാണിത്. അപ്പോൾ ഇവിടെ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ടൈംസ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ടൈംസ് കോസ് തീറ്റയാണ് അല്ലേ? ഈ തീറ്റയുടെ വാല്യൂവിനനുസരിച്ച് ഓരോ വർക്കുകൾ കിട്ടും. അത് പ്ലസ് വണ്ണിൽ പഠിക്കുന്നുണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എങ്ങനത്തെയൊക്കെ വർക്കാണുള്ളത്? ആദ്യം പോസിറ്റീവ് വർക്കുണ്ട്. അത് എപ്പോഴാണ് ആവുക എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ 0 to 90 ഡിഗ്രിയുടെ ഇടയിലായിരിക്കും. ഇൻ ബിറ്റ്വീൻ 0 to 90. 90 ആവാൻ പറ്റില്ല, കാരണം അത് 0 to 90ൻ്റെ ഇടയിൽ ഉള്ള ഏത് വാല്യൂ ആണ്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വർക്കാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ 90 to 180 ആണ്. 180 എന്ന് പറയുമ്പോൾ നമുക്ക് ഞാനൊരു വേറൊരു കാര്യം കൂടി പറഞ്ഞു തരാം. കോസ്
180 എന്ന് പറയുന്നത് -1, cos 180ൻ്റെ വാല്യൂ -1. അതറിഞ്ഞോ? അപ്പോൾ പിന്നെ അതറിഞ്ഞാൽ മനസ്സിലാവില്ല cos 180 ആവുക, അപ്പോൾ പിന്നെ നെഗറ്റീവായിരിക്കുമല്ലോ വരിക. ഇനി നമുക്ക് പറഞ്ഞു തരുന്നത് 0 വർക്കാണ്. ഇതെപ്പോഴാണ് ഉണ്ടാവുക? ജസ്റ്റ് ഒരു ഗസ് ചെയ്യും. കോസിൻ്റെ വാല്യൂ 0 ആവണം. അപ്പോൾ പിന്നെ എപ്പോഴാണ് കോസ് 90 ആവണമെങ്കിൽ കോസ് തീറ്റ 90 ആവണമെങ്കിൽ തീറ്റ 90 ആവണം. ദാറ്റ് മീൻസ് കോസ് തീറ്റ = 0. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ടാവും? മേലോട്ടൊരു ഫോഴ്സും കൊടുത്ത് ഇങ്ങോട്ടൊരു ഡിസ്പ്ലേസ്മെൻറ്റ്, ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാവും. സോ ആംഗിൾ ഈസ് 90, റൈറ്റ്? ഇവിടെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ 0 വർക്കാണ് ഉണ്ടാവുക എന്നാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു പ്രിൻസിപ്പിൾ. സോ നമുക്ക് ഞാൻ ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞു. അതിൽ മെയിനായി വർക്ക് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് വർക്കിംഗ് ഇക്വേഷൻ. സോ ഈ നമ്മൾ ചെറുതിലൊക്കെ, അതായത് ഒരു 10 വരെയൊക്കെ പഠിച്ചപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, അതെല്ലാം കണക്കാക്കിയിട്ടില്ല. ഇപ്പം നമ്മൾ അവർ തമ്മിലുള്ള ആംഗിളും കണക്കാക്കണം. അതുകൊണ്ടാണ് നെഗറ്റീവ് ഏത് പോസിറ്റീവ് ഏത് 0 ഏത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ മനസ്സിലായി വിശ്വസിക്കുന്നു അതെങ്ങനെയാണ് വന്നത് എന്ന്. സോ ഞാൻ നിങ്ങൾക്ക് ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞു. അതിൻ്റെ സിമ്പിളായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എപ്പോഴും ഓർത്തിരിക്കേണ്ട കീ പോയിൻ്റ് പറഞ്ഞുതരാം. ഡോട്ട് പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ആകുമ്പോൾ ആകെ I dot I J dot J K dot K. ഇത് മാത്രമേ ആവുള്ളൂ, വേറെ ഒരു ഇതും മൾട്ടിപ്ലൈ ആവില്ല. ഓക്കെ, I Jനൊപ്പം ആവില്ല, I Kനൊപ്പം ആവില്ല, J Iനൊപ്പം ആവില്ല, J Kനൊപ്പം ആവില്ല, K Iനൊപ്പം ആവില്ല, K Jൻ്റെ ഒപ്പം ആവില്ല. കാരണം ഇവർ മൂന്നാളും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്, 90 ഡിഗ്രിയാണ്. സോ കോസ് വാല്യൂ 0 ആവും, അവിടെ മൊത്തത്തിൽ 0 ആവും. ഇതിനെ കുറിച്ചാണ്. സോ ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ പോയിന്റ്, അതായത് ഡോട്ട് പ്രൊഡക്റ്റിൽ അറിഞ്ഞിരിക്കേണ്ടത് മെയിനായിട്ടുള്ള സാധനം. കാരണം ക്രോസ് പ്രൊഡക്റ്റിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് ഈ ഡോട്ട് പ്രൊഡക്റ്റിൽ ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഇത്രയുള്ളൂ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ. ഇതെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഞാൻ ഡോട്ട് പ്രൊഡക്റ്റ് വളരെ സിമ്പിളായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പറഞ്ഞുതരൊന്നുമില്ല, കാരണം അത്രയും സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ് ഈ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ക്രോസ് പ്രൊഡക്റ്റാണ് ഇത്തിരി കൂടി കോംപ്ലിക്കേറ്റഡ്, ബട്ട് അതും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇനി വരുന്ന അടുത്ത വീഡിയോയിൽ. അതിനെയും ഞാൻ വളരെ സിംപ്ലിഫൈ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്ന് തോന്നിയാൽ അത് ദയവ് ചെയ്ത് അറിയിക്കുക. ഇനിയും അത് മുന്നോട്ട് പോകാൻ വളരെയധികം സഹായിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെയധികം നന്ദിയുണ്ടെന്ന് കണ്ടതിന്. താങ്ക് യു സോ മച്ച്.